ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളായിട്ട് എത്തിയിരിക്കുന്നത് ഒരു മോം ആൻഡ് ഡോട്ടർ ഡുവോ ആണ്. രണ്ട് പേരും എൻട്രപ്രണേഴ്സാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയാം ട്വിങ്കിളിലേക്കും സ്നേഹയിലേക്കും. ഹായ് ട്വിങ്കിൾ, ഹായ് സ്നേഹ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. അപ്പം ട്വിങ്കിളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ട്വിങ്കിളിൻ്റെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷം? ബേക്കിംഗ് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 years. എങ്ങനെയാണ് ആ ഫീൽഡിലേക്ക് വന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടി വി ഷോയ്ക്ക് അവർക്ക് ബേക്കിംഗ് റിലേറ്റഡ് ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു എന്തെങ്കിലും ബേക്കിംഗ് ഐറ്റം ചെയ്യാവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ ഒരുപാട് ചാനൽസിൽ കുക്കറി ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പം ഞാൻ പ്രൊഫഷണലി അതിൽ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നാ പ്രൊഫഷണലായിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ ഞാൻ പ്രൊഫഷണലി ബേക്കിംഗ് പഠിച്ചപ്പോഴും അതൊരു ബിസിനസ് ആക്കണമെന്നൊന്നും ഓർത്തിരുന്നില്ല. അത് നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കും. അപ്പൊ അവരൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു ബേക്കറിന്ന് കിട്ടുന്നതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പം നീ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഒത്തന്റിക് ആണ്, ക്വാളിറ്റി പ്രോഡക്ട്സ്, അത് നമുക്ക് ഓരോ ബൈറ്റിലും ഫീൽ ചെയ്യും. സോ വൈ നോട്ട് കൺവേർട്ട് ഇറ്റ് ടു ബിസിനസ്? അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ ചെയ്തു നോക്കാം. അങ്ങനെ ഞാൻ ആദ്യം ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു ചെയ്തു കൊടുക്കുന്നത്. പ്രയർ ഓർഡർ അനുസരിച്ചാണ് ചെയ്തിരുന്നത്. അപ്പം നല്ല അഭിപ്രായം. പിന്നെ അവര് തന്നെ മൗത്ത് പബ്ലിസിറ്റി കൊടുത്തു, ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം വേറുള്ളവർക്കും അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. എന്താണ് ബ്രാൻഡിന്റെ പേര്? ട്വിങ്കിൾ ട്രീറ്റ്സ്. അപ്പൊ അന്ന് ഇൻസ്റ്റാഗ്രാം ഓൺലൈൻ വഴിക്കായിരുന്നു ഓർഡർ എടുത്തോണ്ട്? അല്ല, ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ മൗത്ത് പബ്ലിസിറ്റി. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് റെഫർ ചെയ്ത് റെഫറൻസ് ആയിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് അപ്പം എന്റെ മോള് ന്യൂജൻ ആണല്ലോ. അപ്പൊ അവള് പറഞ്ഞു അമ്മ ഇപ്പോഴത്തെ ട്രെൻഡ് ഇൻസ്റ്റയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോർ പോപ്പുലർ ആകും. അപ്പൊ അമ്മ ഇൻസ്റ്റ ത്രൂ അതിന്റെ വർക്ക് എല്ലാം ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാം ചെയ്തത് സ്നേഹ. അങ്ങനെ അതിനെ വേറൊരു ലെവലിലേക്ക് അവള് ചെയ്തു. അപ്പം ഇപ്പോ എന്തൊക്കെ കേക്കാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? അത് ഞാൻ ഓരോ പ്രാവശ്യവും എന്തെങ്കിലും വെറൈറ്റി ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ക്ലയന്റ് റിക്വയർമെന്റ്സ് അനുസരിച്ചായിരുന്നു ഞാൻ ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്നത്. ഓരോ സ്റ്റേജസിലും ഞാൻ ഓരോ വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനീഷ്യലി നോർമൽ കേക്ക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസിക് കാരമൽ, ഫ്രഷ് ഫ്രൂട്ട് ഗത്തോ, അതായത് ഫ്രഷ് ഫ്രൂട്ടും കേക്കും മിക്സ് ചെയ്ത് അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വെച്ചു, വൈറ്റ് ചോക്ലേറ്റില്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഷുഗർ ഫ്രീയുടെ ഷുഗർ ഫ്രീ കേക്ക്സ് ശരിക്കും എൻ്റെ ക്ലയൻസ് തന്നെ ഹെൽത്തി ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ അതിന് മധുരം ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുമല്ലോ മൈദയൊന്നും യൂസ് ചെയ്യരുത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ക്ലയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഹെൽത്തി ട്രീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം എക്സ്പെരിമെന്റ് ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണോ? ആദ്യം എന്റെ ഫാമിലിയാണ് എന്റെ പരീക്ഷണ വസ്തുക്കള്. അവരൊക്കെ ചെയ്ത് കഴിച്ചാലേ ഞാൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുള്ളൂ. അത് ശരിക്കും എനിക്ക് ആ സീരീസ് തുടങ്ങിയപ്പോ കൂടുതലും ശരിക്കും എനിക്ക് അധികം ഡോക്ടേഴ്സ് ആണ് ഓർഡർ തന്നത്. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതും ഇങ്ങനെ ആരോ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ലോഞ്ചിങ്ങിന് ഞാൻ ഒരു ഗ്രാൻഡ് സെറമണി ആയിട്ടാണ് വെച്ചത്. അപ്പൊ അവര് പറഞ്ഞു തന്നെ അറിഞ്ഞ് അങ്ങനെ വന്നു. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഈ ബേക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബേക്കർ ആവുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്? ബേക്കർ മാത്രമല്ല, എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ല അവയർനെസ് ഉണ്ടാവണം. പിന്നെ കസ്റ്റമേഴ്സ് ആയിരിക്കണം ഫസ്റ്റ്. നമ്മളുടെ മൈൻഡിൽ എപ്പോഴും കസ്റ്റമേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കണം. അവർക്ക് നമ്മള് നല്ലത് കൊടുത്താൽ ഓൾവേസ് അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മള് അതിൽ ചീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എത്ര ബേക്കേഴ്സ് ഉണ്ടാവും, എത്ര ബേക്കറികളുണ്ട്. ഈ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന പ്ലേസസ് ഉണ്ട്. ദേ ഗോ ദേർ. നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ വൺസ് നമ്മളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി കം ടു അസ്. നമ്മൾ എത്ര പ്രൈസ് ചെയ്താലും ആ പ്രൈസിന് ബർത്ത് ആയിട്ട് ഇയാളുടെ അടുത്തുണ്ട്. എസ്പെഷ്യലി ഞാൻ എൻ്റെ ക്രിസ്മസ് സീരീസിന്റെ കാര്യം പറയാം. ക്രിസ്മസിന് ഞാൻ പ്രീമിയം റിച്ച് റം സോക്ഡ് പ്ലം കേക്ക്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതില്
ഞാൻ പ്രീമിയം ബെറീസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നോ ഡേറ്റ്സ്, നോ നട്ട്സ്. ഓക്കെ 1 ഇയർ പ്രീമിയം റമ്മിൽ സോക്ക് ചെയ്ത് പ്രീമിയം ബെറീസ് മാത്രം വെക്കാം. അപ്പൊ എന്റെ കേക്കിന്റെ വെയിറ്റ് വരുന്നത് ഓൺലി പ്രീമിയം ബെറീസ്, നോ ഡേറ്റ്സ്. അപ്പൊ ഐ ഹാവ് ടു പ്രൈസ് ഇറ്റ് ദാറ്റ് വേ. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു നല്ല ക്ലൈന്റ് ബേസ് ഉണ്ട് അതിന്. ഞാനൊരു നവംബർ പകുതി ആകുമ്പോഴേ എന്റെ ഓർഡർ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം പിന്നെ ഞാൻ അത്രയധികം സ്റ്റോക്ക് ചെയ്യാറില്ല ബെറീസ്. അപ്പം ഞാൻ അങ്ങനെ അതിനെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. അപ്പോൾ പുള്ളി എന്നോട് ആദ്യമേ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ എന്തായിരുന്നു പ്ലം കേക്ക്സ് അങ്ങനത്തെ ഇതൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പൊ നീ ഈ റേഞ്ചിൽ പ്രൈസ് ചെയ്താൽ ആരും വരത്തില്ല മേടിക്കാൻ. പുള്ളിയുടെ ഒരു അനാലിസിസ് വെച്ച് എനിക്ക് പറഞ്ഞു തന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, വേണ്ടവര് വന്ന് മേടിച്ചാൽ മതി, വേണ്ടവർക്കേ കൊടുക്കുന്നുണ്ട്. ബട്ട് എന്തുകൊണ്ടോ എന്റെ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്തു. ആള് മേടിക്കും. സോ എപ്പോഴും എന്ത് ബിസിനസ് ചെയ്താലും നമ്മൾ അത് ക്വാളിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം ഓൾവേസ്. അതെ. ഇനി കമ്മിങ് ടു സ്നേഹയുടെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ്. ഇപ്പൊ മമ്മിയായിട്ട് ജോയിൻ ചെയ്താണോ? അതെ, ഞങ്ങൾ രണ്ടാളും കൂടെ കോവിഡില് ഡെവലപ്പ് ചെയ്ത ഒരു ഐഡിയയാണ് അത് ബിസിനസ്സിലേക്ക് ആക്കി. അതിനെ കുറിച്ച് കൂടുതൽ പറയും. അപ്പൊ ഞങ്ങള് ആൽട്രിസ്റ്റിക് ഫൈനാൻഷ്യൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സിമ്പിൾ കോൺസെപ്റ്റ് തുടങ്ങിയത്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ ടാക്സ് പ്ലാനിങ്, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇതൊക്കെ പഠിപ്പിച്ചായിരുന്നെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആവും, കൂടുതൽ യൂസ്ഫുൾ ആവും എന്ന് പറയാറുണ്ട്. എന്നിട്ട് ആ ഒരു എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാറില്ല. ഇതൊരു ഭയങ്കര പ്രോബ്ലം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് us ബ്ലെയിം ദ സിസ്റ്റം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് എ ഡിഫറൻസ് എന്ന് ഉള്ള ആ ഒരു ഇതിന്ന് ആലോചിച്ച് വന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ആളുകളിൽ എത്തിക്കുക. അത് സ്റ്റാർട്ടിങ് ഫ്രം ourselves ടു അതർ പീപ്പിൾ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ആൽട്രിസ്റ്റിക് ഇത് ചെയ്തത്. അതിൽ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തു. വി ഡിസ്കസ് ദിസ് വിത്ത് മൈ ഫാദർ. അപ്പം ഹീസ് ഇൻ ദ ഫൈനാൻഷ്യൽ ഫീൽഡ് ഫോർ ഓവർ 2 decades. അപ്പം അപ്പയുടെ എക്സ്പീരിയൻസും വെച്ച് ഞങ്ങൾ അതിനെ എന്താ പറയാ ഫോം ചെയ്തെടുത്താണ് ആൽട്രിസ്റ്റിക്. ഓക്കെ. അപ്പൊ എന്തൊക്കെ സർവീസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? ഞങ്ങൾ ബേസിക് ആയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരാൾക്ക് കണ്ടിജൻസി പ്ലാനിങ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെയ്യുക. ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്, അപ്പൊ അങ്ങനത്തെ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. റിട്ടയർമെന്റ് പ്ലാനിങ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, അങ്ങനെ വേറെ ഒരു സബ്ജക്ട്. അപ്പൊ ഞങ്ങൾ ഈ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മാത്രമല്ല, അതിന് വേണ്ട പ്രോഡക്ട്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രൂ അസോസിയേഷൻസ്. ഞങ്ങളിപ്പോൾ മോത്തിലാലായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബാക്കി സ്ഥലങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വി ഗിവ് ദം ദ പ്രോഡക്ട്സ് ഓൾസോ. ഓക്കെ. അമ്മയായിട്ട് പാർട്ട്ണർ ആകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? അമ്മയായിട്ട് പാർട്ട്ണർ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഷീസ് ബീൻ മൈ ബാക്ക് ബോൺ ത്രൂ എവറിഥിങ്. മൈ ഫാമിലി ഈസ് മൈ ബാക്ക് ബോൺ ത്രൂ എവറിഥിങ്. സോ ദേ ആർ മൈ സ്ട്രെങ്ത്, ലൈക് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അപ്പം മൈ ഫാദർ, മദർ, സിസ്റ്റർ and my puppy. If ever I want, they've always motivated me to do something. I've always wanted to do something on my own, make a difference. When I chose this, they wholeheartedly supported me in that. I'm currently studying too, so there's a limit to how much I can work in this aspect. I end the studies ne facilitate ചെയ്തുകൊണ്ട് എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി അമ്മ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയതുകൊണ്ട്. ട്വിങ്കിളിന് എന്താ പറയാനുള്ള? ഗോൾഡ് ഒക്കെ ഇപ്പൊ 1 വർഷം കംപ്ലീറ്റ് ചെയ്തല്ലോ ബിസിനസ്. എന്താ ഹൗ ഡു യു ഫീൽ? ശരിക്കും ബ്ലെസ്ഡ് ആണ്. അല്ല, ഇന്ന് ആരും ഇവിടെ നിൽക്കുന്നില്ല. ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ എബ്രോഡ് പോകുമ്പോൾ ഇവര് നമ്മളുടെ കൂടെ നമ്മളുടെ ഇവിടെ നിന്ന് നമ്മുടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാന്ന് ഇറ്റ്സ് സംതിങ് റിയലി ഗ്രേറ്റ്. അതെ അതെ. സ്നേഹ എന്താ പറയാനുള്ളത്? സെയിം തിങ്. ലൈക്ക് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ക്വസ്റ്റ്യൻ അത് ലൈക്ക് എന്താ പറയുക, യു ഡിസൈഡഡ് ടു അസോസിയേറ്റ് വിത്ത് യുവർ പാരന്റ്സ് ഇറ്റ് സെൽഫ്, ഹൗ വാസ് ഇറ്റ്, ഹൗ ഡു യു ഫീൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം സെയിം തിങ്. കൂടുതൽ എൻ്റെ ഫിയേഴ്സ് മാത്രമല്ല, ആക്ച്വലി എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ റൈറ്റ് നൗ അവര് അബ്രോഡ് പോവാം. അപ്പൊ ദ ഡിസിഷൻ ടു സ്റ്റേ ബാക്ക്, അതും വിത്ത് യുവർ പാരന്റ്സ്, it was easy for me actually. ഒരു weird decision എടുത്തു എന്നുള്ളത് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ പറയാറുണ്ടോ? Everybody was quite surprised. But anybody who knows me and my family knows that it's an easy decision for me. Because everybody is very free, everybody is very understanding, bhayangara vibrant, and so
ഇറ്റ്സ് ലൈക്ക് ദ ഈസിയസ്റ്റ് ഡിസിഷൻ. എനിക്ക് അങ്ങനെ സെക്കൻഡ് തോട്ട്സ് ഇട്ടില്ല. വെൻ വുമൺ എന്റർപ്രണേഴ്സ് നെറ്റ്വർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് സ്നേഹ. അതെ അതെ. അപ്പം മമ്മിയുടെ ഫ്രണ്ട്സും ആൾക്കാരും ആണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ സ്നേഹയെ വന്നപ്പോൾ വെൽക്കമിങ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര വോം വെൽക്കം ആയിരുന്നു. ഞാൻ ആക്ച്വലി വെന്നില് ഈ വെഞ്ചർ തുടങ്ങുന്നതിന് മുന്നേ അമ്മയുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് വരുമായിരുന്നു ഫോർ പ്രോഗ്രാംസ് ഒക്കെ. അപ്പം അതിലെ സിസ്റ്റർഹുഡ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഐ ഓൾവേസ് അസ്പയർ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് ജോയിൻ വെൻ. And everybody treats me like their own child out there. Everybody is almost my mother's age. അതെ. അപ്പോൾ ഐ ഫീൽ വെരി വാം ആൻഡ് വെൽക്കം അവിടെ. ഓക്കെ. എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ചപ്പോൾ അതിനൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യാം എന്ന് വെച്ചപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇതിൽ ആക്ച്വലി ഈ ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫാദറാണ് ഈ പേര് സെലക്ട് ചെയ്ത്. ഈ പേരിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ആക്ട്, അങ്ങനെയാണ് ഈ ആൾട്രിസ്റ്റിക്കിൻ്റെ മീനിങ്. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് എടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ അവർ ബിസിനസ് ഞങ്ങൾ എപ്പോഴും യോർ ഇൻട്രസ്റ്റ് അബവ് ആസ് ആയിട്ടാണ് കീപ്പ് ചെയ്യുക. അപ്പം ആ ഒരു നേച്ചറിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പേരെടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആവുന്നത്? എങ്ങനെയാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി ഇപ്പം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ലോസ് ആളുകൾക്ക് മാത്രമേ ഞങ്ങളെപ്പറ്റി അറിയത്തുണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങളുടെ കോൺടാക്ട്സ്, അമ്മയുടെ എക്സിസ്റ്റിംഗ് ബിസിനസ് കോൺടാക്ട്സ്, അപ്പയുടെ കോൺടാക്ട്സ്, അങ്ങനെ ദി റീച്ച് ഔട്ട് ടു അസ്. ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഫങ്ഷനിങ് ഫോർ ദിസ് പേർപ്പസ്. ഞങ്ങൾക്ക് അപ്പോൾ ത്രൂ വാട്സാപ്പ് കോൺടാക്ട് ചെയ്യാം, ഇൻസ്റ്റഗ്രാം കോൺടാക്ട് ചെയ്യാം. യു ഹാവ് കോൺടാക്ട് നമ്പേഴ്സ് ഓൾസോ? വി ഹാവ് കോൺടാക്ട് നമ്പേഴ്സ് ഓൾസോ. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജസ് ആക്റ്റീവ്, ദേ ക്യാൻ കോൺടാക്ട് us ത്രൂ ദാറ്റ്. സൂൺ ഞങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ അപ്പാവും. അപ്പം ഇറ്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീച്ചിങ് ഔട്ട് ടു മോർ പീപ്പിൾ. ഇപ്പം ഒരു നെറ്റ്വർക്ക് ബേസിസിലാണ് ബിസിനസ് വരുന്നത് മൊത്തം. ഓക്കെ. അപ്പോൾ സ്നേഹ ഇപ്പോൾ ഈ ഒരു ജനറേഷനിലെ സ്നേഹയുടെ കൂടെ അല്ലെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിലോട് എന്തെങ്കിലും, ഇപ്പോൾ ഒരു വർഷമായില്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ബിസിനസ് ജേണി? 1 year ബിസിനസ് ജേണി എന്ന് ചോദിച്ചാൽ അത് ഒരു എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാം? 1 year ബിസിനസ് ജേണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വോണ്ട് ടു ഡു സംതിങ്, ഗെറ്റ് സ്റ്റാർട്ടഡ്. ലൈക്ക് ഐ ഹവ് ഓൾവേസ് വോണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ പല ഐഡിയാസ് പിച്ച് ചെയ്തു, പല പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തു. ബട്ട് വൺ റീസൺ ഓർ ദി അതർ അത് തെന്നിപ്പോയി. ഇത് വന്നപ്പോഴത്തേക്കും ഐ ജസ്റ്റ് ഗോട്ട് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവൻച്വലി ദർ വർ എ ലോട്ട് ഓഫ് ഹേർഡിൽസ്. എന്ത് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഓഫീസ് സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. ബട്ട് ഇവൻച്വലി യു ഗെറ്റ് ത്രൂ ഓൾ ദാറ്റ്. അപ്പം ഫേസ് ദ പ്രോബ്ലം, മൂവ് ഓൺ, ഫേസ് ദ പ്രോബ്ലം ആൻഡ് മൂവ് ഓൺ. അങ്ങനെ യു ഹാവ് ഗ്രോത്ത്. അങ്ങനെ ഓവർ ദ പാസ്റ്റ് 1 year വി ഹാവ് ഹാഡ് ഗ്രോത്ത്. അപ്പം അത് ഐ വിൽ ഓൾവേസ് സേ ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ടാണ് ഒരു മോം ഡോട്ടർ ഡുവോ എൻ്റെ ചാനലിലേക്ക് വരുന്നത്. അപ്പം പ്രത്യേകം താങ്ക്സ് ഇവിടെ വന്നതിന്. അതിൻ്റെ ഒപ്പം ഞാൻ ചോദിക്കുകയാണ്, സ്നേഹയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ബോത്ത് യുവർ പാരൻസ് എത്രത്തോളം സ്നേഹയുടെ ആ ഒരു സ്കില്ലിന് അല്ലെങ്കിൽ എന്ത് കാര്യം സ്നേഹയ്ക്ക് ചെയ്യണമെങ്കിലും ആ സപ്പോർട്ട് തന്നിട്ടുണ്ട്? അതെങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ? I'll be completely like, I am somebody who speaks a lot about things, but this is something that would leave me speechless. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ever since I was a child, എൻ്റെ ഏത് സ്കില്ലാണെങ്കിലും എൻ്റെ ഏത് ഇൻട്രസ്റ്റ് ആണെങ്കിലും അതിന് വേണ്ടി ടൈമും എല്ലാം സെറ്റ് അസൈഡ് ചെയ്തിട്ട് അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും അല്ലാത്ത എക്സാംസ് ആണെങ്കിലും ഒക്കെ എൻ്റെ പാരൻസ് അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഓവറോൾ ഗ്രോത്ത് ഓൾവേസ് എൻഷുർ ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ബോർഡ്സിൻ്റെ സമയത്ത് ഐ വോണ്ടഡ് ടു പ്ലേ ഫുട്ബോൾ. എൻ്റെ ടീച്ചേഴ്സ് ഓൾസോ റെക്കമെൻഡഡ്, നോ, ഷീ ഈസ് ഗോയിങ് ഫോർ ബോർഡ്സ്, ഷീ ഷുഡൻറ്റ് പ്ലേ ഫുട്ബോൾ. പക്ഷേ മൈ പാരൻസ് വർ ലൈക്ക്, ഇഫ് ഷീ വോണ്ട്സ് ടു പ്ലേ, ലെറ്റ് ഹർ പ്ലേ. എന്നിട്ട് വി വെൻറ്റ് ഓൺ ടു ഗെറ്റ്, ഞങ്ങൾക്ക് സൗത്ത് റീജിയനിൽ വി വെൻറ്റ് ഓൺ ടു ഗെറ്റ് ബ്രോൺസ് ആൻഡ് എവറിത്തിങ്. അപ്പം ആ ഒരു സപ്പോർട്ട് ഐ കുഡ് ഓൺലി പ്ലേ അറ്റ് ദാറ്റ് ടൈം ബിക്കോസ് മൈ ഫാമിലി വാസ് ദെയർ ടു സപ്പോർട്ട്. അതേപോലെ തന്നെയാണ് ബിസിനസ് തുടങ്ങിയപ്പോഴും ഞാൻ ഒരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു എന്ത് ചെയ്താലും യു ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ ട്രൈ, ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഫെയിൽ ബട്ട് ട്രൈ. ആ ഒരു മോട്ടിവേഷൻ നമ്മുടെ ഫാമിലിയിൽ നിന്ന് വരുമ്പം യു ഫീൽ ലൈക്ക് യു ക്യാൻ കോൺകർ ദ വേൾഡ് ബിക്കോസ് യു ഹാവ് ദ ഫാമിലി സപ്പോർട്ട് വിത്ത് യു. അതെ. അപ്പോൾ ഇപ്പോഴത്തെ പേരൻസിന് സ്നേഹ പറയുന്ന ഒരു ടിപ്പ് എന്തായിരിക്കും? ഹൗ ഷുഡ് ദേ ബിഹേവ് ടു ദെയർ കിഡ്സ്? I would say believe in your children. Believe, like when they say something that they can. Maybe they're not good at it, പക്ഷേ believe that they can. ആ ഒരു ബിലീഫിൽ തന്നെ they'll get that ability to start.
every master is once an amateur. അതെ. But you have to get started. Appa, belief is very important. My parents believe in me. Even in situations where I felt like a complete failure, my parents are like, no, this is just a phase. You'll grow. And അത് ഓൾവേസ് എൻ്റെ ഒരു സ്ട്രെങ്ത് ആണ്. അത് എൻ്റെ ഫാദർ ആണെങ്കിലും ശരി, എൻ്റെ മദർ ആണെങ്കിലും ശരി, ഈവൻ മൈ യങ്ങർ സിസ്റ്റർ, അത് ഒരു കോൺസ്റ്റൻ്റ് ഇതാണ്. അപ്പോഴത്തേക്കും ദാറ്റ് ഇസ് എ ഫ്യൂവൽ. ലൈക്ക് ഇപ്പോൾ ഇത്രയും യങ് ഏജിൽ എനിക്ക് ബിസിനസ് തുടങ്ങാം, ഇങ്ങനെ എനിക്ക് അത്യാവശ്യം ഒരു വൈഡ് അക്കാഡമിക് പ്രൊഫൈലുണ്ട്, അപ്പം അത് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്പം ബാക്കി കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക, അത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് മാത്രം പറ്റുന്ന ഈ യങ് ഏജിൽ തന്നെ വെന്നൻ പോലത്തെ പ്ലാറ്റ്ഫോമിൽ കയറാം. അപ്പോൾ ആ എക്സ്പോഷർ എല്ലാം എനിക്ക് ഇങ്ങനത്തെ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്, ബൈ ഗോഡ്സ് ഗ്രേസ്. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? മൈ ഫ്യൂച്ചർ പ്ലാൻ റൈറ്റ് നൗ ഇസ് ടു എക്സ്പാൻഡ് ദിസ്. ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു സോഷ്യൽ ആസ്പെക്റ്റും കൂടെ ഉണ്ട് ബിസിനസ്സിന്. ഞങ്ങൾക്ക് ആളുകളെ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കുക, അവരെ എംപവർ ചെയ്യുക. അങ്ങനെ ഫൈനാൻസ് ഇസ് എ വെരി ബിഗ് ആസ്പെക്ട്. ഒരാൾക്ക് എന്ത് ഗോൾ ഉണ്ടെങ്കിലും അതിനൊരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് കാണും. അപ്പം ഒരു ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യലി എംപവേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് സ്റ്റൈലേ മാറും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു സോഷ്യലി തന്നെ ആളുകളിലോട്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി എത്തിക്കുക, ആളുകളെ ഫൈനാൻഷ്യലി എംപവർ ചെയ്യിക്കുക. അത് ഒരു സൈഡ്. അപ്പുറത്തെ സൈഡിൽ കൂടെ സ്വന്തം ബിസിനസ്സാണ്. അപ്പം ബിസിനസ് ഗ്രോ ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാവും, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക. ബിസിനസ് എന്താ, ഇപ്പം ഞങ്ങൾ 3 ഡിസ്ട്രിക്ട്സിലേ ഉള്ളൂ. പാൻ ഇന്ത്യ ആയിട്ട് സ്കെയിൽ ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം ട്വിങ്കിളിനോടാണ്. ജിസിനെ കുറിച്ച്. യുവർ ഹസ്ബൻഡ് ഇത്രയും വർഷം ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ലോ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, PTA പോകുന്ന ഒരാളാണ് ട്വിങ്കിള്. അതിനെ കുറിച്ചൊന്ന് പറയൂ, ആ ഒരു എക്സ്പീരിയൻസ്. അയ്യോ, അത് ശരിക്കും ആർക്കും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. വളരെ വളരെ റെയറായിട്ട്. അതും റെഗുലർ ലോ കോളേജ്, ഇവിടെ എറണാകുളം ലോ കോളേജിലെ റെഗുലർ സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, അപ്പം അവിടുത്തെ PTA മീറ്റിംഗ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും. നമ്മള് ഇങ്ങനെ പഠിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ട്വിങ്കിൾ എന്താണെന്നോ അതിൻ്റെ ഒരു റിയാക്ഷൻ? ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ജിസ് എന്ത് ഡിറ്റർമിൻ ചെയ്താലും ഹി വിൽ ഡു ഇറ്റ്. അപ്പോൾ ജിസ് ശരിക്കും CA ഇൻ്റർ ആയിരുന്നപ്പോൾ ബാങ്കിൽ കയറിയിട്ട് ബാങ്കിലിരുന്ന് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്ത് CMA എടുത്തു. അത് കഴിഞ്ഞ് CAB എടുത്തു. അതെല്ലാം ബാങ്കിലിരുന്നുകൊണ്ട്. പിന്നെ MBA എടുത്തു. അങ്ങനെ ബാങ്കിലിരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ GM ആയിട്ട് VRS എടുക്കുകയാണ് ചെയ്തത്. VRS എടുത്തു 2018. അത് കഴിഞ്ഞ് പുള്ളി ഒരു കൺസൾട്ടൻസി ഫേം സ്റ്റാർട്ട് ചെയ്തു, ഓൺ. അത് ശരിക്കും കോർപ്പറേറ്റ് കൺസൾട്ടൻ്റാണ് പുള്ളി. ഒരു എസ്റ്റാബ്ലിഷ് കമ്പനീസിൻ്റെയും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിനും ഒക്കെ CFO സർവീസസാണ് കൊടുക്കുന്നത്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിൻ്റെ സർവീസസ്. അത് ആർലി ബേസിസിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് സർവീസ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പുള്ളി ലോ പഠിക്കണം എന്ന് ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻട്രൻസ് ഒക്കെ എഴുതി 80th റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം ലോ കോളേജിൽ കയറി ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇത്രയും നാളത്തെ ഒരു ഫാമിലി ലൈഫും അപ്പം ഇപ്പം മോള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും എത്തിയ ഒരു അമ്മ, ഒരു സക്സസ്ഫുൾ എൻട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് ട്വിങ്കിളിന് ഇനിയുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്, ഭാവി പ്ലാൻസ്? എനിക്ക് സ്നേഹ മാത്രമല്ല, ഒരു മോളും കൂടിയുണ്ട്. ആള് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ IHM ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷനും ഹോട്ടൽ മാനേജ്മെൻറ്റും അങ്ങനെ 12 ഡിഗ്രി കോഴ്സ് ചെയ്യുക. അപ്പോൾ അവൾ അത് കഴിഞ്ഞ് ഹയർ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എറണാകുളത്തൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അതാണ് അടുത്ത ഞങ്ങളുടെ ഒരു വലിയ ഡ്രീം ആയിരിക്കുന്നത്, ഒരു വലിയ പ്രൊജക്റ്റ്. ഓക്കെ, എന്തൊക്കെ ടിപ്സാണ് ഇങ്ങനെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസിന് പറയുന്നത്, മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അത് പാരൻസ് ശരിക്കും അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പല യങ്സ്റ്റേഴ്സും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാരൻസിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അവർ പറയുന്ന ലെവലിൽ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം കാരണം മെജോറിറ്റി പിള്ളേരും പോകുന്നത് അവർക്ക് അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ ഔട്ട്ലുക്ക് പാരൻസിൻ്റെ ഔട്ട്ലുക്കുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. നമ്മൾ പിള്ളേരെ നമ്മൾ വളർന്ന അറ്റ്മോസ്ഫിയർ അല്ല, ടെക്നോളജി എല്ലാം വളരെ
കാലം കാലം മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളും അതനുസരിച്ച് ഗ്രോ ചെയ്യണം. പിള്ളേർ പറയുന്ന ലെവലിൽ നമ്മൾ ആ പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പഠിക്കണം. അപ്പൊ കുറെ കൂടെ പിള്ളേർ പോത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതെ, നമ്മുടെ ഇഷ്ടത്തിന് മാത്രം നമ്മുടെ പിള്ളേര് നിക്കണം എന്നുള്ളൊരു വാശി കാരണമാണ്. പിള്ളേർക്ക് പിള്ളേരുടേതായ സ്പേസ് ഉണ്ട്, പിള്ളേരുടേതായ ഔട്ട്ലുക്ക് ഉണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടല്ല പിള്ളേർ കാണുന്നത്. അപ്പം നമ്മളിൽ തന്നെ കുറെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ഇവിടെ തന്നെ നിൽക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നതിന്. താങ്ക് യു ട്വിങ്കിൾ, താങ്ക് യു സ്നേഹ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you.